നമസ്കാരം. ബംഗാളിൽ മമതാ ബാനർജിയാണ് ബി.ജെ.പിയുടെ റാലി വിലക്കിയതെങ്കിൽ ഹരിയാനയിൽ കർഷകരാണ് റാലി വിലക്കുകയും ബി.ജെ.പിയെ കൊണ്ട് തന്നെ അത് റദ്ദാക്കിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനങ്ങളെ ക്രൂരമായി ദ്രോഹിച്ചുകൊണ്ടുള്ള നടപടിക്കെതിരായാണ് ഹരിയാനയിലെ കർഷക ജനത രൂക്ഷമായി ആഞ്ഞടിച്ചിരിക്കുന്നത്. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥ. ഈ ആഞ്ഞടിയിൽ ബി.ജെ.പി ശരിക്കും ഒന്ന് അടിപതറിയിട്ടുണ്ട്. മുമ്പ് പതറിയ പതറലുകളൊന്നും ഒന്നുമല്ല. കർഷകരുടെ പ്രതികരണങ്ങൾക്ക് കാമ്പ് കൂടുതലാണെന്ന് ബി.ജെ.പിക്ക് നല്ല പോലെ അറിയാം. ഹരിയാനയിലെ ഒരൊറ്റ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കൊന്ന് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കർഷകർ രണ്ടും കൽപ്പിച്ചാണ് അവിടെ പ്രതിഷേധത്തിന് തയ്യാറായി നിൽക്കുന്നത്. പ്രശ്നം ഇനിയും രൂക്ഷമാകുമെന്ന് ഭയന്ന് ബി.ജെ.പി മുൻ മുഖ്യമന്ത്രി മനോഹർ ഖട്ടറിന്റെയും മറ്റ് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ റാലികൾ ബി.ജെ.പി തന്നെ റദ്ദാക്കിച്ചു. മെയ് 18-ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതും ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയാണ്. ബി.ജെ.പി വിരുദ്ധ ബാനറുകളും കരിങ്കൊടിയുമായിട്ടാണ് കർഷകർ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ നേരിട്ടത്. ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന അംബാലയിലെ മാൽവ ഗ്രാമത്തിലാണ് ബി.ജെ.പിക്ക് കർഷകർ തുടക്കത്തിൽ വിലക്കേർപ്പെടുത്തിയത്. അതിനുശേഷമാണ് അത് സംസ്ഥാന വ്യാപകമായി പടർന്നു പന്തലിച്ചത്. ഹരിയാനയിലെ പല സ്ഥലങ്ങളിലും ബി.ജെ.പിക്ക് സ്വൈര്യമായി പ്രചാരണ പരിപാടികൾ പോലും നടത്താൻ കഴിഞ്ഞില്ല. മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന് ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് കർഷകർ ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയത്. രാഷ്ട്രീയത വിഭാഗത്തിലുള്ള സംയുക്ത കിസാൻ മോർച്ച പ്രവർത്തകരാണ് കർഷകരുടെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നതും പിന്തുണയ്ക്കുന്നതും. കർഷക പ്രക്ഷോഭത്തിന് നേരെ വെടിവെപ്പ് നടത്താൻ ആഹ്വാനം ചെയ്ത ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അടക്കമുള്ളവരുടെ പ്രചാരണവും തടസ്സപ്പെട്ടു. പൊന്നു ബി.ജെ.പി, നിങ്ങൾ ഈ വർഗീയ വിദ്വേഷങ്ങൾ വായിലൂടെ ചുരുത്തുന്നത് പോലെ കർഷകരോട് പോയി മുട്ടാൻ നിൽക്കണ്ട. കർണാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഖട്ടർ. അദ്ദേഹത്തിന്റെ എല്ലാ റാലികളും ഇപ്പോൾ ബി.ജെ.പി റദ്ദാക്കിയിരിക്കുകയാണ്. കർഷകരുടെ കയ്യിൽ നിന്നും നല്ല യമണ്ടൻ പണി കിട്ടുമെന്ന് അവർക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. കർഷക സമരത്തിൽ രക്തസാക്ഷികളായ കർഷകരെ ഭ്രാന്തന്മാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ഖട്ടറിനെതിരെയുള്ള പ്രതിഷേധം ഇരട്ടിച്ചു. സിർസയിൽ അശോക് തൻവാർ, അംബാലയിൽ ബൻഡോ കതാരിയ, സോനിപത്തിൽ മോഹൻലാൽ ബദോലി, രോഹ്തക്കിൽ അരവിന്ദ് ശർമ്മ, ഭിവാനി മഹേന്ദ്രഗഡിൽ ധരംബീർ സിംഗ്, കുരുക്ഷേത്രയിലെ നവീൻ ജിൻഡാൽ തുടങ്ങിയ ബി.ജെ.പി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് റാലികൾ കൂട്ടത്തോടെയാണ് റദ്ദാക്കിയത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതിലും അവസ്ഥ മോശമാകും ബി.ജെ.പിയുടേത്. ബി.ജെ.പി സഖ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടും ജെ.ജെ.പി സ്ഥാനാർത്ഥികൾക്കെതിരെയും കർഷകർ നല്ല ദേഷ്യത്തിലാണ്. ഹിസാറിലെ ഒരു സ്ഥാനാർത്ഥി നൈന ചൗട്ടാലയുടെ വാഹനം ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിഷേധങ്ങളൊന്നും നേരിടാത്ത മുന്നണികളാണ് കോൺഗ്രസും എ.പി സ്ഥാനാർത്ഥികളും. അവർ എന്തായാലും രക്ഷപ്പെട്ടു. പഞ്ചാബിലേക്ക് വരുമ്പോൾ അവിടെയും ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് റാലികൾക്കും പ്രചാരണങ്ങൾക്കും വലിയ തോതിലുള്ള വിലക്കുകളാണ് കർഷകർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രചാരണത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികൾ കരിങ്കൊടി കാണിച്ചുള്ള പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കുമാണ് സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതി ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വഷളാവാതിരിക്കാൻ എല്ലാ പ്രചാരണ പരിപാടികളും ബി.ജെ.പി റദ്ദാക്കി. കർഷകർ അത് റദ്ദാക്കിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ.